ബഷാരത്ത് അൽ ഫത്തായെ രൂക്ഷമായി പരിഹസിച്ച് ട്രംപ് രംഗത്തെത്തിയിരിക്കണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോടമില്ല ഇറാനെ, നിന്റെ ഒക്കെ കളി ഇങ്ങോട്ട് ഇറക്കണ്ട, എൻ്റെ അടുത്ത് കളിച്ചാ നീ ഒന്നും പിന്നെ നിലത്ത് നിൽക്കുന്ന കരുതണ്ട, ആളില്ലാത്തടത്ത് ബോംബിട്ടിട്ട് ഈ അട്ടഹാസവും ഇതൊന്നും കാണണ്ട, ഖമനേയെ തീർത്തു എന്ന് വരെ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപിന്റെ ഈ കൊലച്ചിരി എന്തിനായിരിക്കും? അതായത് ഇറാൻ നേരത്തെ മുതൽ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്ക ഇതുവരെ എന്താ പറയുക, ചിന്തിക്കാത്ത രീതിയിൽ വലിയ തിരിച്ചടി കൊള്ളും. അതായത് വലിയൊരു ആഘാതം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുമെന്ന തരത്തിലായിരുന്നു ഭീഷണി. പക്ഷേ അമേരിക്ക അതൊന്നും വകവച്ചില്ല. അവിടെ പോയി ഫോർദോയിലും നതാൻസിലും ഒക്കെ പോയി ബോംബിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഇറാന് പിന്നെ തിരിച്ചടിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അവർ നേരത്തെ തന്നെ ട്രംപിനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ഖത്തറിലെ നിങ്ങളുടെ എയർബേസ് ഉണ്ടല്ലോ അവിടെ ഇത്ര സമയത്തിന് ഇത്ര മണിക്ക് ഞങ്ങൾ ആക്രമിക്കും, അപ്പോൾ നിങ്ങൾ കരുതിയിരുന്നോളാൻ പറയും. അപ്പോൾ ശരി, അങ്ങനെ അവർ വന്ന് കൃത്യം ആ പറയുന്ന പോലെ അമേരിക്ക ഇട്ട 6 ബോംബുകൾക്ക് അതേ എണ്ണം തന്നെ മിസൈലുകൾ, ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല, അതിനുള്ള മര്യാദ കാണിച്ചു. അത്രയും തന്നെ മിസൈലുകൾ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിലേക്ക് അയച്ചു. അപ്പോൾ അവർ നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി കേട്ടോ. നേരത്തെ തന്നെ പറഞ്ഞതുകൊണ്ട് അവർ കുറേ ആൾക്കാരെയൊക്കെ അവിടെ നിരത്തി നിർത്തിയിരുന്നു. നേരത്തെ മിസൈൽ വരുന്നത് കാണുമ്പോൾ നെഞ്ചത്തോട്ട് തന്നെ വീഴണമല്ലോ. അങ്ങനെ കുറേ ആൾക്കാരെ നിരത്തി നിർത്തിയത് കാരണം വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. സംഭവം എന്താ വെച്ചാൽ അത് ഒരു ജനവാസ മേഖലയിലല്ലേ ഈ സൈനിക താവളം ഉള്ളത്, ഒരു മരുഭൂമിക്കകത്താണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വന്ന മിസൈലുകൾ ചിലത് അവർ വെടിവെച്ചിട്ടു എന്നും പറയുന്നു. 6 1-2 അവിടെ വന്ന് പതിച്ചിട്ടുള്ളൂ. ഏതായാലും കുറച്ച് നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മുൻകൂട്ടി പറഞ്ഞ് നടത്തിയ ആക്രമണമായതുകൊണ്ട് അതിന് നന്ദിയുണ്ട് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത്. ഒരുതരം പരിഹാസം. ആരെങ്കിലും ചെയ്യുമോ ഈ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിട്ട് നേരവും നാളും കുറിച്ചിട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് അമേരിക്കയെ ഭയന്നല്ലേ ഇറാൻ അങ്ങനെ ചെയ്തത്? കാരണം ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അമേരിക്ക തങ്ങൾക്ക് നൽകാൻ പോകുന്ന മറുപടി ഒരുപക്ഷെ തങ്ങളെ തകർക്കുന്നതിനും അപ്പുറമായിരിക്കും. ഉറപ്പായിട്ടും. കാര്യം എന്തുകൊണ്ട് അമേരിക്ക ഇവിടെ വന്നു? കാര്യം അമേരിക്കയ്ക്ക് ഇസ്രായേലിനേക്കാൾ വലിയ താല്പര്യം അമേരിക്കയ്ക്കാണ് ഇവിടെ ഉള്ളത്. കാര്യം ഈ യുദ്ധം തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക അധികം പ്രകോപിക്കാൻ പോയാൽ അമേരിക്ക ഒരു പടയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 3 വിമാനങ്ങൾ മാത്രമാണ് ഈ ബോംബിടാൻ പോയേക്കുന്നത്, B-2 ബോംബർ വിമാനം. അവർ ബാക്കിയെല്ലാതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ കാണില്ല, മിച്ചം കാണില്ല. കാര്യം ആയുധശേഷി വെച്ച് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കക്കൊന്നും മണക്കാനില്ല ഇറാൻ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു നീക്കമല്ല. അപ്പോൾ അവർക്ക് അവരുടെ ജനതയെ ബോധ്യമാക്കാൻ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ആ രീതിയിലാണ് ആ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയത്. അത് അവരുടെ സ്വന്തം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കൂടി തന്നെയാണ്. പക്ഷേ ഇതോടുകൂടി ആ യുദ്ധം അവസാനിച്ചു. അതാണ് പ്രസക്തമായ സംഗതി. കാര്യം അമേരിക്ക ബോംബിട്ടപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞത് ഇതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ നിർബന്ധിതമാകും, ഇനി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏതായാലും ആ കിട്ടിയ അടിക്ക് പേരിനെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണമെന്ന രീതിയിൽ അവർ ഇവിടെ കൊണ്ടുവന്ന് ബോംബിട്ടു. എന്നിട്ട് അവരൊരു വ്യവസ്ഥ വെച്ചു, ഇന്ന് പുലർച്ചെ 4 മണി വരെ സമയം തരാം, ആ 4 മണിക്ക് ശേഷവും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ഈ വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നാണ് ഇറാൻ പറഞ്ഞത്. പക്ഷേ കിട്ടുന്ന വിവരം അനുസരിച്ച് പുലർച്ചെ 3 മണിക്കും ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ അവിടെ ചുമ്മാ പറന്ന് അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടു എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി. ഇറാനും തിരിച്ച് റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ 4 മണിക്ക് ശേഷം, അതായത് അവിടുത്തെ പ്രാദേശിക സമയം 4 മണിക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായി. അതായത് ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ നടന്നത്. ഇപ്പം ട്രംപാണ് വിജയിച്ച് നിൽക്കുന്നത്. ഇറാന് ഇങ്ങനെ മേനി പറയാന്നല്ലാണ്ട് ഒന്നുമില്ല. ഇതിനിടയിൽ ഈ പിന്നെ പുതിയ ആളുകളെ തീരുമാനിക്കുന്നു. ഈ ഖമനേയി എവിടെയാണ്? ഖമനേയെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇറാൻ തിരിച്ചടിക്കൊരുക്കുന്നു, അല്ലെ തിരിച്ചടിച്ചു എന്ന് തന്നെ കരുതാം. സമാധാനത്തിലേക്ക് ഇറാൻ കടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇറാനെ ആ നിലയിലേക്ക് അമേരിക്ക കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോഴും ഇറാൻ ഒരു പരമോന്നത നേതാവല്ലേ, ഇല്ലേ? അദ്ദേഹമല്ലേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയേണ്ടതും, ഇതിൽ സ്ഥിരീകരണം നടത്തേണ്ടതും, സമാധാനത്തിന്റെ കാര്യങ്ങൾ പറയേണ്ടതും. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതായത് ഖമനായിയുടെ വിശ്വസ്തരായ കുറേ സൈനിക നേതാക്കളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാര്യം നേരത്തെ തന്നെ മറ്റേ സൈനിക മേധാവികളുടെ മരണം നമ്മൾ സ്ഥിരീകരിച്ചു, ഇറാനും സ്ഥിരീകരിച്ചു, ഇസ്രയേലും സ്ഥിരീകരിച്ചു. കാര്യം അവരെ ഈ മൊസാദ് നേരിട്ടിറങ്ങി വധിച്ചതാണെന്ന് വരെ പറയുന്നു. അപ്പോൾ തന്നെ ഇസ്രയേൽ പറഞ്ഞു
ഖമനേയി ടാർഗറ്റിലുണ്ട്. ഉം. അപ്പോൾ ട്രംപ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. കാരണം ഖമനേയി എന്ന് പറയുന്നയാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ശക്തനാകും അയാൾ മരിച്ചു കഴിഞ്ഞാൽ. കാര്യം രക്തസാക്ഷി പരിവേഷം കിട്ടിയാൽ പിന്നെ അതൊരു വൈകാരിക പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മരിച്ചുപോയ സദാം ഹുസൈനാണ് ശക്തൻ, ജീവിച്ചിരുന്ന സദാം ഹുസൈൻ അല്ല. അതേപോലെ തന്നെ നമ്മുടെ ഒസാമ ബിൻ ലാദൻ, അയാളെ വധിച്ചതിന് ശേഷം അയാളുടെ മൃതദേഹം പോലും ആർക്കും കാണാൻ കിട്ടിയില്ല. അത് എവിടെയോ കൊണ്ട് കളഞ്ഞു. അത് സംസ്കരിച്ച ഇടം കണ്ടിരുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അതൊക്കെ ഒരു ആവേശ പ്രതീകമാണ്. അപ്പോൾ ഈ ഖമനേയി എന്ന് പറയുന്ന ആൾ രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ രംഗത്ത് വരാതിരുന്ന പല കക്ഷികളും അവരുടെ ഒരു വൈകാരിക പ്രശ്നമായിട്ട് ഇതിനെ കാണും. ഇതുവരെ പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന പല ഇസ്ലാം രാഷ്ട്രങ്ങളും പിന്നെ പ്രത്യക്ഷ പിന്തുണയിലേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് മാത്രമല്ല, ഇപ്പോൾ ഖമനേയി എന്ന് പറയുന്നയാൾ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഇസ്രയേലും അമേരിക്കയും ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വിശുദ്ധ പരിവേഷം കിട്ടും. അയാൾക്ക് ആ നാട്ടിൽ പിന്നെ അയാളുടെ ഒരു പ്രൊഫൈൽ അങ്ങ് മാറുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിപരം. അതുകൊണ്ട് അയാളെ വധിക്കാൻ സാധ്യതയില്ല. ഇനി ഇതിനിടയിൽ അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, ആ വാർത്ത ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഇറാൻ അവരുടെ സൈന്യത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ഒരു ആത്മവിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇയാളുടെ മരണവാർത്ത പുറത്തുവിടാത്തതും ആവാം. ഏതായാലും അയാളിപ്പോൾ ഒളിവിലാണ്. അയാൾ ഒളിവിൽ പോകുന്നതിന് മുമ്പായിട്ട് അയാളുടെ ഒളി സങ്കേതത്തിലോട്ടുള്ള സകല കമ്മ്യൂണിക്കേഷൻസും വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം പുറംലോകത്ത് അറിയില്ല. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അയാളൊരു ടെലിവിഷൻ വീഡിയോ ചിത്രീകരിച്ചു. അത് കുറേ ദിവസത്തിന് ശേഷമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നാട്ടുകാർക്ക് തോന്നും അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പം നൽകിയ വീഡിയോ ആണെന്ന്. അതല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോയാണ്. അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അനുയായികളെയും തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അയാൾ ഇല്ലാണ്ടായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ്. അല്ലാണ്ട് ഈ യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിക്കാനും സാധ്യതയില്ല. കാര്യം അവർക്ക് രാഷ്ട്രീയ നേതൃത്വം ഇല്ലാണ്ടായി, സൈനിക നേതൃത്വം ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ ഇറാന് പിടിച്ചു നിൽക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്. പിന്നെ പോരാത്തതിന് നേരത്തെ ഇസ്രയേലിനെ മാത്രം കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അമേരിക്കയും കൂടി രംഗത്തെത്തി. അപ്പോൾ എതിർപക്ഷത്ത് ശക്തരും അതിശക്തരും വന്ന സ്ഥിതിക്ക് പിന്നെയും ഒരു യുദ്ധത്തിൻ്റെ പാതയിലേക്ക് പോയാൽ വലിയൊരു നഷ്ടം ഉണ്ടാകും, അതുറപ്പാണ്. ഇപ്പോൾ ഇറാനിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് ഇറാനിലാണല്ലോ. ഏതാണ്ട് 300-300 പേര് മരിച്ചു. ഇസ്രയേലിനെ സംബന്ധിച്ച് ആൾനാശം കുറവ്. അവിടെ കെട്ടിടങ്ങൾ പലത് തകർക്കപ്പെട്ടിട്ടുണ്ട്, തന്ത്രപ്രധാന മേഖലകൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിതം അവിടെ ഈ മറ്റേ ഹമാസിൻ്റെ ആക്രമണം നിരന്തരമായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇതിനെ നേരിടണമെന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയാം. മിക്ക കെട്ടിടങ്ങൾക്കും ബങ്കറുകൾ അതേപോലുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ആളുകൾ സുരക്ഷിതമായി അങ്ങോട്ടേക്ക് മാറും. പക്ഷേ ആ അവസ്ഥയല്ല ഇറാനിൽ. അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉറപ്പായിട്ടും ജനവാസ മേഖലകളിൽ ആക്രമണം ഉണ്ടായി വലിയ കാഷ്വാലിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ്റെ തലസ്ഥാനം തെഹ്റാൻ, അവിടെ ഏതാണ്ട് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുകയാണ്. പല കെട്ടിടങ്ങളും ഒഴിഞ്ഞുപോയി, ആളുകൾ ജീവൻ്റെ പേടിയുള്ളവർ ഒഴിഞ്ഞുപോയി. പല രാജ്യങ്ങളും സ്വന്തം നിലയിൽ തിരിച്ചു വരണമെന്ന് പൗരന്മാരോട് ആവശ്യപ്പെട്ടു. പല രാജ്യങ്ങളും അവിടെ അവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇപ്പോൾ ഏതായാലും എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ അവരുടെ വ്യോമപാത തുറന്നിട്ടുണ്ട്. അതായത് അങ്ങോട്ടേക്ക് പിന്നെ വ്യോമഗതാഗതം സാധ്യമാണ്. നേരത്തെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അതൊന്നും ഒക്കെ നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഏതായാലും വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഏതാണ്ട് 12 ദിവസം നീണ്ടുന്ന യുദ്ധം ഏതാണ്ട് സമാപിച്ചു എന്ന് തന്നെ നമ്മൾ കരുതണം. ഏതായാലും ട്രംപും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സീസ് ഫയർ ഇൻ എഫക്റ്റ്, അതായത് വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, ദയവായി ഇത് ലംഘിക്കരുത്. 2 രാജ്യങ്ങളും ഏതാണ്ട് 12 ദിവസം നീണ്ട യുദ്ധം. ആദ്യം ആക്രമിച്ചത് ഇസ്രായേലാണ്. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ സന്നദ്ധതയ്ക്ക് പിന്നീട് വന്നത് ഇറാനാണ്. കാര്യം അവർക്കാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത്. നേരത്തെ തന്നെ അവർ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇപ്പോൾ ഖത്തർ അവരെ ആക്രമിക്കപ്പെട്ടു ഇപ്പോൾ. എന്നാൽ ഖത്തറിനെ തന്നെയാണ് നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നത് അമേരിക്കയുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട്. ഏതായാലും അവരും ഇപ്പോൾ വെടിനിർത്തലിൻ്റെ പാതയിലാണ്. വലിയ ആൾനാശമുണ്ടായി, നാശനഷ്ടങ്ങളും ഉണ്ടായി. അതായത് ആ മേഖല മുഴുവൻ ഇപ്പോൾ മലയാളികളടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഒരു വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ 2 കാര്യങ്ങളുണ്ടാകും. ഒന്ന്, അവിടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകും. ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. അവരുടെ ആണവ പരിപാടികൾ ഏതാണ്ട് നിശ്ചലമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കപ്പെട്ടതിനാൽ ഇനി അവിടെ അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ ഒരു ഭരണമാറ്റം കൂടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്.